എന്താണ് ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ആൽഫബറ്റ്സ് അറിയാം. ABCD അറിയാം. നമ്മൾ സാധാരണയായിട്ട് എക്ക് 1 അല്ലേ, ഫസ്റ്റ് ലെറ്റർ എ എന്ന് പറഞ്ഞാൽ 1, ബി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇങ്ങനെ നമ്മൾ ABCDക്ക് കംപ്ലീറ്റ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് കൊടുത്തു കഴിയുമ്പം ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നൊരു കാര്യത്തിന് നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് 100 ആണ് കിട്ടുന്നത്. അതായത് ആറ്റിറ്റ്യൂഡിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 100 ആണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ, അതായത് എക്ക് 1, ബിക്ക് 2, സിക്ക് 3 ഇങ്ങനെ നിങ്ങൾ കൊടുത്തുകൊണ്ട് ആറ്റിറ്റ്യൂഡ് ATTITUDE ഇത് നിങ്ങൾ എഴുതിയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് അത് സം എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 100 ആണ്. അതായത് ഒരു മനുഷ്യന്റെ മനോഭാവമാണ് ആ മനുഷ്യനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും മാറ്റുന്നത്. അപ്പം നമ്മൾ ഏതൊരു കാര്യം നടന്നു കഴിഞ്ഞാലും അതൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ എടുക്കുകയാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് മനോഭാവം എന്ന് പറയുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഈ ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മാറ്റങ്ങൾ വരുത്തുക. അത് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് ആണല്ലേ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആറ്റിറ്റ്യൂഡ്. സോ നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യുക, AT എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക.